എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതുവും ഗോവിന്ദും ചേർന്ന് വലിയ പ്ലാനുകളൊക്കെ അങ്ങനെ തയ്യാറാക്കുവാണ്. രണ്ടുപേരും കൂടെ റിസോർട്ടിലെ പോയി ആദ്യ രാത്രി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ചില നമ്പറുകളൊക്കെ ഇടുന്നുണ്ട്. ഈ സമയം അതെല്ലാം വിശ്വസിച്ചിട്ട് പ്രിയം കാഞ്ചനയും കൂടി വരുവാണ്. പ്രിയ വന്നിട്ട് പറഞ്ഞു, ഞാൻ കാരണമല്ല ഗീത ചേച്ചിയുടെ ജീവിതം തകർന്നു പോയത്, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഗീത ചേച്ചിയും ഗോവിന്ദേണ്ട ഒന്നായത്. എന്നാലും വേണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വിവാഹബന്ധം വേർപ്പെടുത്തിക്കോ, നല്ല രീതിയിൽ തന്നെ കൈ കൊടുത്ത് പിരിയുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ഗീത പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇപ്പം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അറിയാലോ, ഗോവിന്ദേണ്ട എപ്പോഴും ഡിവോഴ്സ് തരാൻ തോന്നെങ്കിൽ ഡിവോഴ്സ് തരട്ടെ, എനിക്ക് ആ കാര്യത്തിലുള്ള ടെൻഷനൊന്നും ഇല്ല പ്രിയ എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മനസ്സിലിപ്പോൾ അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മേനെ ഡിസ്ചാർജ് ചെയ്യണം, അമ്മേനെ നോക്കണം, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോണേന്ന് പറയാം. ഇത് കേട്ടൻ പ്രിയ പറഞ്ഞു, എന്നാലും അതൊന്നും കുഴപ്പമില്ല, പ്രിയ പോയി കിടന്നോളൂ, അതൊന്നും കുഴപ്പമില്ല, രാവിലെ ആകുമ്പത്തേനും ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയാം. പ്രിയ സങ്കടത്തോടെയാണ് മുറിയിൽ നിന്ന് പോകുന്നത്. ഈ സമയം കാഞ്ചന നേരെ ചെന്നത് രാധികാമ്മയുടെ ഇടയിലേക്കാണ്. രാധികാമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുവാന്ന് പറയണം. ആര്? ഗീതോ? അതെ. രക്ഷപ്പെട്ടു എൻ്റെ ദൈവമേ. അപ്പം തനിക്കിനിയിപ്പോൾ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരത്തില്ല. ഇനിയിപ്പോൾ അവള് സ്വയമേ അങ്ങോട്ട് പോകുന്നോണ്ട് അധികം വൈകാതെ തന്നെ ഗോവിന്ദും അവളും തമ്മിൽ ഡിവോഴ്സ് ഒക്കെ നടക്കും. അത് തന്നെയായിരുന്നല്ലോ തന്റെ ആവശ്യം. തന്നെ വെല്ലുവിളിച്ചേക്കോളെ 2 ദിവസത്തിനുള്ള ഒന്നാകുന്നു. 2 ദിവസം പോയിട്ട് ഇനിയിപ്പോൾ 2 മാസം 2 വർഷം കഴിഞ്ഞാലും അവരുടെ ഹണിമൂണൊന്നും നടക്കാൻ പോകുന്നില്ല. രാധികയോടായിരുന്നു കളി. രണ്ടും 2 പാത്രമാവാൻ പോവല്ലേ അങ്ങനെ. ഇനിയിപ്പം ഒരിക്കൽ പോലും അവർ ഒന്നിക്കാൻ പോകുന്നില്ല. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് രാധികാമ്മ ഉറങ്ങാനായിട്ട് കിടക്കണേ. ഈ സമയം രഞ്ജുവിനും പ്രിയയ്ക്കും ഭയങ്കര സങ്കടം. രഞ്ജുവിനും രേഖയ്ക്കും ഭയങ്കര സങ്കടം. രഞ്ജു പറഞ്ഞു, എന്നാലും നീ എന്താ ഗീതു ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തേ? നിങ്ങൾ രണ്ടും ഒന്നാകാൻ തീരുമാനിച്ചതല്ലേന്ന് ചോദിക്കുക. അതെ, ഒരു കാര്യം ഞാൻ പറയാം, രഹസ്യമായിരിക്കണം എന്ന് പറയാം. എന്താ? ഞാനും ഗോവിന്ദനും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തിലാന്ന് പറയും. അപ്പൊ പിന്നെ അവിടെ വെച്ച് നീ പറഞ്ഞു നോക്കിയേ. അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നിക്കാൻ പറ്റില്ല. രണ്ടുപേരും 2 മുറിയിലല്ലേ. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഹണിമൂൺ യാത്രയ്ക്ക് പോവാന്ന് പറയാം. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, ആഹാ, നീ ആള് കൊള്ളാലോ ഗീതു. ഒറിജിനൽ നല്ല അഭിനയമായിരുന്നു കാഴ്ചവെച്ചെന്ന് പറയാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞതേ, ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിലേ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാ. രാധികാമ്മനെ വെല്ലുവിളിച്ചിരിക്കുക, 2 ദിവസത്തിലുള്ള ഞാനും ഗോവിന്ദനും ഒന്നാകുന്നുള്ളേ. അപ്പൊ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നടപ്പിലാക്കേണ്ടതെന്ന് ചോദിക്കും. ശരി തന്നെയാ, പക്ഷെ രാധികാമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഒരു സംശയം തോന്നത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് നിൽക്കണം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഏറ്റു. നിനക്ക് വേണ്ടി എന്ത് വേണം ഞാൻ ചെയ്യുമെന്ന് രഞ്ജു പറയാണ്. ഈ സമയം രേഖ പറഞ്ഞു, ഞാനും അതുപോലെ തന്നെയാ. രാധികാമ്മയ്ക്ക് ഇട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇത്. എന്താണെങ്കിലും ഈ ഭാഗ്യമെങ്കിലും ഉണ്ടായല്ലോ. പക്ഷെ ഒരു കാരണവശാലും രാധികാമ്മയെ അറിയരുത്. കാരണം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാരണവശാലും നിങ്ങളെ വിടത്തില്ല എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇച്ചിരിയുടെ അങ്ങോട്ട് കൊഴിപ്പിച്ചേക്കണം എന്ന് പറയാം. കാര്യങ്ങളൊക്കെ എല്ലാം ഏറ്റെന്ന് പറയാണ്. അങ്ങനെ അന്ന് രാത്രി രണ്ടുപേരും 2 മുറിയിലാണ് കിടന്നുറങ്ങിയത്. ഈ സമയം ഗോവിന്ദ് സ്വപ്നങ്ങളൊക്കെ കണ്ടാ കിടക്കണേ. കാരണം ഇന്നൊരു രാത്രിയും കിടക്കാൻ നാളെ മുതൽ താനും ഗീതും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. അതൊക്കെ ഓർത്തപ്പം ഗോവിന്ദിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഗീതുവിന് അതുപോലെ തന്നെ. ഇത്രയും കാലം ഒരുമിച്ച് ഒരു മുറി കിടന്നിരുന്നാലും ആ സമയം രണ്ടുപേരും തല്ലും വഴക്കുണ്ടാക്കി അവിടെ ആ സമയം മൊത്തം നശിപ്പിക്കുകയും ചെയ്തേ. പക്ഷെ ഇപ്പോഴാണ് അതിനു വേണ്ടിയിട്ട് ആ ദിവസത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ദിവനങ്ങളെ കുറിച്ച് ഓർത്ത് അവർക്ക് സങ്കടം വരുന്നേ. ആ സമയത്താണെങ്കിലോ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഗീതു പോകാനായിട്ട് ഇറങ്ങി. ഗീത ബാഗൊക്കെ തൂക്കി പോകാനായിട്ട് ഇറങ്ങുന്നപ്പോൾ രാധികയ്ക്ക് സന്തോഷമായി. രാധിക വന്നിട്ട് ഗീതനോട് പറഞ്ഞു, ഇപ്പൊ എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്നു മനസ്സിലായല്ലോ. ഇതാ പറയണേ, നീ എന്താ പറഞ്ഞേ? 2 ദിവസത്തിനുള്ളിൽ കണ്ണൻ നിന്റെ സ്വന്തമാവുന്ന ഇപ്പം മനസ്സിലായില്ലേടി നിനക്ക്? ഇത് കേട്ടതും ഗീത പറഞ്ഞു, നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താണെങ്കിലും ഞാൻ കണ്ണേട്ടന് മുന്നിൽ നിങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിക്കുമെന്ന് പറയാം. പിന്നെ പൊളിക്കും. ഈ സമയം ഗീത പറഞ്ഞു, ഇപ്പൊ എന്താണല്ലോ അതിനുള്ള സമയമല്ല. എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുക. ഞാൻ എൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടിയേ പോകുന്നേ. കണ്ണേട്ടൻ പോയിട്ട് വരുമല്ലോ, മുമ്പേന്ന് വരുമല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം നിങ്ങളെ കാണിച്ചു തരാന്ന് പറയാം. നീ പോയിട്ട് വാ. അപ്പം നിന്നെ നോക്കാനായിട്ട് ഇവിടെ കണ്ണൻ ഇരിക്കുമല്ലേ എന്ന് പറയാണ്. കണ്ണൻ അവൻ്റെ പാട് നോക്കിപ്പോവും. നീ ഇങ്ങോട്ട് കയറി വന്നാൽ മതി, ഇവിടെ നിന്നെ കാത്തിപ്പോൾ അവൻ ഇരിക്കുമല്ലേ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഉള്ളിച്ചിരിക്കുവാണ്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഗീതു അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് രേഖയും രഞ്ജും കൂടെ വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണോ? ഇനിയിപ്പോൾ അമ്മേനെ നോക്കാൻ വേറെ ആരെ നിർത്തിയാൽ പോരെന്ന് നിൽക്കും. ഇത് കേട്ടതും ഗീത പറഞ്ഞേ, അതൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാനിവിടെ എന്തിനാ നിൽക്കുന്നേ? എന്നെ വേണ്ട ആൾക്ക് എന്നെ വേണ്ട, പിന്നെ ഞാനിവിടെ എന്ത് കാര്യത്തിന് നിൽക്കുന്നേ? ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്
ഗീത അങ്ങോട്ട് പോവാണ്. രാധികാമ്മയ്ക്കും വരുണിനും ഒക്കെ സന്തോഷമായി. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ തങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിട്ട് വരുവാണ്. പിന്നീട് ഗീത നേരെ ചെല്ലുന്നേ വിലാസിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വിനോദ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിലാസിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഈ സമയം വിലാസിനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയ സർജറി ഒക്കെ അല്ലേ ചെയ്തത്. ഈ സമയം ഗീതനോട് ചില ഗോവിന്ദ് വന്നിട്ടില്ലേ ചോദിക്കാണ്. ഗോവിന്ദേട്ടന് ഒരു മുംബൈക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി പോവാ, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറയാം. ചിലപ്പോൾ വരുമായിരിക്കും, ഇവിടെ വന്നിട്ടായിരിക്കും പോകത്തുള്ളൂ എന്ന് പറയാം. ശരിയെന്ന് പറയണം. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുക. ഈ സമയത്ത് ഗോവിന്ദ് ഹോം നേഴ്സിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വിലാസിനെ നോക്കാനായിട്ട്. കാരണം വിലാസിനെ വന്നു കഴിയുമ്പോഴും വിലാസിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. ഗീതു എന്താണല്ലോ ഇവിടെ ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയത്. അങ്ങനെ അവര് വിലാസിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഗീതവും വിനോദവും കൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഭദ്രനാണെങ്കിൽ സെറ്റയിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുക. ഭദ്രന്റെ കാലൊക്കെ തടവിക്കൊണ്ട് ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം പുതിയ വേലക്കാരി അവര്, അധികം പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരിയാ. പെട്ടെന്ന് ഇവരെ കണ്ടത് ഭദ്രനൊന്ന് ഞെട്ടി. പെട്ടെന്ന് ഭദ്രൻ ചാടി എഴുന്നിട്ട് പറഞ്ഞേ, അതെ പുതിയതായിട്ട് വന്ന വേലക്കാരിയാ, ഇനിയിപ്പം വേലക്കാരി വേണം എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്താണെങ്കിലും വിലാസിനെ നോക്കാനായിട്ട് വരുന്നുണ്ട്, പിന്നെ എന്റെ കാര്യങ്ങൾ ഇപ്പം നടക്കണമെങ്കിൽ ഇനിയിപ്പോ വേലക്കാരി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാന് ഇവരെ കൊണ്ടൊരു കാലൊക്കെ തിരുമിച്ച പൈസ കൊടുക്കുന്നതല്ലേ, അപ്പൊ എല്ലാ ജോലികളും ചെയ്യിക്കണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടോ വിലാസിനിക്ക് നല്ല സങ്കടം വന്നു. പക്ഷെ ഒന്നും വിലാസിനി പറഞ്ഞില്ല. ഈ സമയം ഗീതുവിനെ അങ്ങോട്ട് പെരുത്ത് കയറി. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛൻ അറിയില്ലേന്ന് ചോദിക്കുക. അതിനെന്തിനാ അമ്മേനെ നോക്കാൻ വന്ന സെർവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. എന്റെ മോളെ, ഇവർക്ക് പൈസ കൊടുക്കുന്നതല്ലേ, അപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കണ്ടേ, അല്ലെ മടി പിടിച്ചു പോകുന്നു പറയാണ്. ഈ സമയത്ത് ഗീതു അവരെ വിളിച്ചിട്ട് എന്താ അമ്മയുടെ കയ്യെ പിടിക്കാൻ പറയാണ്. അങ്ങനെ കയ്യെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും വിനോദി എന്ന് ഭദ്രനോട് പറഞ്ഞു, അച്ഛൻ കുറച്ച് ഓവറാകുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് വയ്യാന്നൊരു ചിന്ത പോലും ഇല്ല അച്ഛന്, അച്ഛൻ എപ്പോഴും സുഖിച്ച് ജീവിക്കണം, അതല്ലേ എന്ന് ചോദിക്കാം. എന്റെ വിനോദേ, ഈ പ്രായത്തിലല്ലേ സുഖിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങ് മുകളിലേക്ക് എന്നിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞ് വിനോദിന് നല്ല ദേഷ്യം വന്നു. വിനോദ് പറഞ്ഞു, ഇനി ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും എന്നും പറഞ്ഞ് വിനോദ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ഭദ്രൻ പറഞ്ഞു, ഈ ഭദ്രന്റെ സമയം ഇപ്പം പിന്നെയാണോ എടാ പീറച്ചെറുക്കാൻ നീ നിന്റെ പണി എന്നുവെച്ചാൽ നോക്കിപ്പോടാ. അവളെ നോക്കാനായിട്ട് ഹോം നേഴ്സ് ഉണ്ട്, ഹോം നേഴ്സ് എന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എന്റെ കുഴപ്പമിരിക്കുന്നേ, വെറുതെ ഒന്നുമല്ല, പൈസയല്ലേ കൊടുക്കണേ. അത് മാത്രല്ല രാധികാമ്മ 5 കോടി രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസയും കൂടെ കിട്ടിയാൽ താൻ രാജാവിനെ പോലെ ഇവിടെ സുഖിച്ച് ജീവിക്കും, പിന്നെ തനിക്ക് എന്താ കുഴപ്പം, ആ ഒരു ചിന്തയായിരുന്നു. ഭാര്യയ്ക്ക് അസുഖം വന്നാലും അവള് മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു ബദനിരുന്നേ. ഈ സമയത്ത് വിലാസിനെ കൊണ്ട് മുറിയിലേക്ക് കിടത്തുവാണ് ഗീതുവൊക്കെ. വിലാസിനോട് അമ്മയ്ക്ക് വേദന ഉണ്ടോ നിൽക്കും. കുഴപ്പമില്ല മോളെ, ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ച പോലും കാര്യമില്ല ഇങ്ങോട്ട് തിരികെ വരാൻ പറ്റുമെന്ന്. പക്ഷെ ഗോതമ്പനുള്ളതുകൊണ്ട് മാത്രമാ ഇപ്പൊ സർജറിയൊക്കെ കൃത്യസമയത്ത് നടന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയത്, അല്ലെങ്കിൽ മിക്കവാറും എന്റെ ശവമായിരിക്കും ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് പറയാണ്. പിന്നീട് ഗീതു എന്ത് ചെയ്യാണ്, ഗീതു പുറത്തിറങ്ങിയിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ്. അല്ല കണ്ണേട്ടൻ എവിടെയാ നിൽക്കുകയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതെ കണ്ണേട്ടൻ അമ്മേനെ കാണാൻ വരുന്നുണ്ടല്ലോ, വന്ന് കഴിയുമ്പോൾ കുറച്ച് മദ്യം മേടിച്ചോണ്ടോണെന്ന് പറയാം. മദ്യമോ? അതെ നല്ല വില കൂടിയ മദ്യം തന്നെ മേടിച്ചോണ്ടാണോ, ഒരു 10 കുപ്പി അങ്ങോട്ട് മേടിച്ചോളാൻ പറയാണ്. 10 കുപ്പിയാ? അതെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. കാരണം ഭദ്രനെ കുടിപ്പിച്ച് കിടത്താൻ തന്നെ ഗീത അങ്ങോട്ട് തീരുമാനിച്ചു. മദ്യം മേടിച്ചു കൊടുക്കണം, അച്ഛൻ അവിടെ കുടിച്ചിട്ട് അവിടെ മറിഞ്ഞു കിടന്നോളൂ, പിന്നെ അച്ഛനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകത്തില്ല. കാരണം താൻ ഇവിടുന്ന് പോയാലും അച്ഛൻ ഇനി ഒരു പാരം പടന്നുകൊണ്ട് വരില്ല, അതായിരുന്നു ഗീതന്റെ ഉള്ളിലെ ചിന്ത. അങ്ങനെ അത് മാത്രമല്ല, പിന്നെ അമ്മയുടെ കാര്യത്തിൽ ഒരു തടസ്സവും വരില്ല, അല്ലെങ്കിൽ പിന്നെ ഹോം നേഴ്സിനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ഗീതുവിന് തന്റെ അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഗീതു അങ്ങനെ ചെയ്തത്. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് വരുവാണ്. ഗോവിന്ദ് വന്നപ്പോൾ ഭദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്രൻ വെച്ചാൽ, ആഹാ മരുമോനോ, കയറി പോവാൻ വരുമാനം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയം കൂടെ മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് വേറെ ആളും കൂടി ഉണ്ടായിരുന്നു. അല്ല ഇതെന്താ മോനെ ഈ ബോക്സിനകത്ത്? അത് അച്ഛന് കൊണ്ടുവന്നാന്ന് പറയും. എനിക്ക് കൊണ്ടുവന്നോ? പെട്ടെന്ന് ഭദ്രൻ അത് മേടിച്ചു നോക്കി. ആഹാ കൊള്ളാലോ, ഇത് വില കൂടിയ സാധനമുള്ളോ, ഇതൊക്കെ ആർക്കാ മോനെന്ന് ചോദിക്കും. അത് അച്ഛനെ ഞാൻ മേടിച്ചാന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ടിയിട്ടോ? എന്റെ പൊന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നീ എന്റെ മരുമോൻ തന്നെയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ കൊടുക്കുവാണ്. കണ്ടോ ഞാൻ പൊളിക്കും അങ്ങോട്ട്, ഞാൻ ഇവിടെ കിടന്ന് അർമാദിക്കും, ഈ മദ്യം മൊത്തം ഞാൻ കുടിച്ചു തീർക്കുമെന്ന് പറയാണ്. ഭദ്രന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് അകത്തേക്കല്ലോ. അപ്പൊ ഗീത ചോദിച്ചു, മദ്യം എന്തി? അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് അങ്ങനെ നേരെ ചെല്ലുന്ന വിലാസിന്റെ അരിയിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം ഭദ്രനോട് ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ ഞാൻ മുംബൈക്ക് ഒരു ട്രിപ്പ് പോവാ, 10 ദിവസം കഴിഞ്ഞിട്ടോ വരത്തുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഞാനിവിടെ കാണാൻ വന്നില്ല, ആന്റീനെ കാണാൻ വന്നപ്പം പിന്നെ അച്ഛനത് കൊണ്ടേ തന്നോളൂ പറയണം. ശരിയെന്ന് പറയുന്നുണ്ട് ഭദ്രന്. ഇതിപ്പോ ഒരു സന്തോഷം വേറൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിലാസിന്റെ മുറിയിലേക്ക് ഗീതവും ഗോവിന്ദും കൂടെ കടന്നില്ല. വിലാസിനി കിടക്കുമായിരുന്നു. വിലാസിനിക്ക്
ഗോവിന്ദനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഗോവിന്ദനെ അടിയിൽ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മോൻ ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ ജീവൻ രക്ഷപ്പെട്ടെ, ഇല്ലായിരുന്നെങ്കിലോ ഇപ്പൊ ഞാൻ മണ്ണിനടിയിലായിരുന്നു പറയാം. പെട്ടെന്ന് പറഞ്ഞേ, ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. പിന്നീട് വിലാസിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഈ സമയം ഈ പറഞ്ഞു, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടാതിരിക്കാൻ പറയാണ്. എന്നാലും എന്നെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോനെ. ഒരു പക്ഷേങ്കില് എന്റെ മകൻ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ടാ നീ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവുമെന്ന് പറയാം. ഈ സമയം ഗീതു പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെന്ന് പറയാം. ട്രിപ്പ് എങ്ങോട്ടാ പോളെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗീതു കാര്യങ്ങളൊക്കെ പറയാണ് വിലാസിനോട്. എല്ലാം കേട്ട് കഴിഞ്ഞ് വിലാസിന് പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പോയിട്ട് പോരെ. നിങ്ങളുടെ ആദ്യത്തെ ഹണിമൂൺ യാത്ര തന്നെ ആവട്ടെ ഇത്. ഒന്നിനും ഒരു തടസ്സങ്ങളും വരില്ല. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം വഴക്കടിച്ചും ഇരുന്നു. പക്ഷേങ്കില് ആ സമയം ഓർത്തില്ല. ഇനിയെങ്കിലും നിങ്ങളുള്ള സമയം നിങ്ങൾ നശിപ്പിക്കരുത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ളത്. അതിനെ കൂടെ കൊഞ്ചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ, ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ്. പിന്നെ അമ്മ കാര്യമുണ്ട്, അച്ഛന്റെ കാര്യം അറിയാലോ. അച്ഛന്റെ കാര്യത്തിൽ എപ്പോഴും അമ്മയ്ക്കൊരു കണ്ണ് വേണമെന്ന് പറയാം. കണ്ണ് വേണമെന്ന് ഉദ്ദേശിച്ച് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അറിയാലോ, ഞാൻ പറഞ്ഞു തന്നപോലെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു, മോള് ധൈര്യമായിട്ട് പോയിട്ട് വരെ, ഒന്നിനും ഒരു കുഴപ്പവും മുടക്കവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഗീതുവിനെയും ഗോവിന്ദനെ അനുഗ്രഹിച്ച് യാത്രയാക്കുവാണ്. അങ്ങനെ അവരവരുടെ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. കാരണം ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാനായിട്ട് പുതിയ റിസോർട്ടിലേക്ക് അവർ യാത്രയാവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.